നിങ്ങൾ രാവിലെ എണീറ്റ് റെഡിയായി ജോലിക്ക് പോകുന്നു, തിരിച്ചു വരുന്നു, കിടന്നുറങ്ങുന്നു, പിറ്റേ ദിവസം എണീറ്റ് ഇത് തന്നെ ചെയ്യുന്നു. നിങ്ങൾ ഇതെല്ലാം ആർക്ക് വേണ്ടിയാണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയും ജീവിക്കാൻ വേണ്ടിയാണ് എന്ന്. എന്നാൽ നിങ്ങൾ ജീവിക്കുന്ന ഈ ജീവിതം നിങ്ങൾ തന്നെ തിരഞ്ഞെടുത്തതാണോ? ആണെങ്കിൽ അത് നിങ്ങളെ കൊണ്ട് ആരെങ്കിലും ചെയ്യിപ്പിച്ചതാണെങ്കിലോ? നമ്മളൊരു സിമുലേഷനിലാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ കാണുന്നത് പോലെ തന്നെയാണോ മറ്റുള്ളവരും ഈ ലോകത്തെ കാണുന്നത്? ഈ ഒരു കാര്യം നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ഉള്ളിൽ ഇപ്പോഴും ചോദ്യചിഹ്നമായി നിൽക്കുന്ന സിമുലേഷൻ തിയറിയെ പറ്റിയാണ്. അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോകാം. ഈ വീഡിയോ തീരുമ്പോഴേക്കും നിങ്ങൾ ശരിക്കും റിയൽ ആണോ അതോ ഒരു സൂപ്പർ അഡ്വാൻസ്ഡ് സിമുലേഷനിലെ ഒരു പ്രോഗ്രാം ആണോ എന്ന ആശങ്ക നിങ്ങൾക്ക് വന്നേക്കാം. നമ്മൾ കാണുന്ന ഈ ലോകം, നമ്മൾ ജീവിക്കുന്ന ഈ ജീവിതം, നമ്മൾ അനുഭവിക്കുന്ന ഓരോരോ കാര്യങ്ങൾ, ഇതെല്ലാം ഒരു സൂപ്പർ ഇന്റലിജൻസ് കൊണ്ടുണ്ടാക്കിയ ഒരു വീഡിയോ ഗെയിം ആണ് എന്ന തോന്നലാണ് ഈ തിയറി പറയുന്നത്. അതായത് മെട്രിക്സ് എന്ന സിനിമയിലെ പോലെ നമുക്ക് ചുറ്റുമുള്ള ലോകം ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാം ആണ് എന്ന് തോന്നൽ. നമ്മൾ ജീവിക്കുന്നത് ഒരു സിമുലേഷനിലാണ് എന്ന് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ട്? ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. നമ്മുടെ കൂട്ടത്തിൽ എത്ര പേര് അങ്ങനെ വിശ്വസിക്കുന്നുണ്ട് എന്നറിയാൻ വേണ്ടിയാണ്. ഉടനെ കമന്റ് ചെയ്യുക. സിമുലേഷൻ തിയറി നമുക്ക് വെറും ഒരു ഫിക്ഷനായി കാണാൻ സാധിക്കില്ല. ഇലോൺ മസ്ക്, നീൽ ഡിഗ്രാസ് ടൈസൺ പോലുള്ള പ്രമുഖ വ്യക്തികൾ ഇതിൽ വിശ്വസിക്കുന്നു. അവർ എന്തുകൊണ്ടാണ് ഇതിൽ വിശ്വസിക്കുന്നത്? അതിന് രണ്ട് കാരണങ്ങളാണുള്ളത്. ഒന്ന്, കമ്പ്യൂട്ടിംഗ് പവർ. നമ്മുടെ ടെക്നോളജി കാലം തോറും വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഉയർന്ന കമ്പ്യൂട്ടിംഗ് പവർ ഉപയോഗിച്ച് മനുഷ്യനൊരു വെർച്വൽ ലോകം തന്നെ ഉണ്ടാക്കും. അങ്ങനെ വന്നാൽ റിയൽ ഏതാണ് വെർച്വൽ ഏതാണ് എന്നത് നമുക്ക് മനസ്സിലാകാതെ പോകും. റിയൽ ആണെന്ന് കരുതി നമ്മൾ വെർച്വൽ ലോകത്തിൽ ജീവിക്കാൻ തുടങ്ങും. രണ്ടാമതായി വരുന്നത് ക്വാണ്ടം ഫിസിക്സ് ആണ്. ഇവിടെ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ആണ് കടന്നു വരുന്നത്. എന്താണ് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്? വളരെ സങ്കീർണമായ ഇക്വേഷനുകൾ കുറഞ്ഞ സമയം കൊണ്ട് സോൾവ് ചെയ്യുന്നതിനെയാണ് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത്. സാധാരണ കമ്പ്യൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ 0, 1 ഇവ രണ്ടും മാത്രമേ കാൽക്കുലേറ്റ് ചെയ്യൂ. എന്നാൽ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് അതിനും മുകളിലേക്ക് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാൽക്കുലേഷനുകൾ നിമിഷ നേരം കൊണ്ട് സോൾവ് ചെയ്യും. ഇതൊരു സിമുലേഷൻ വേൾഡ് കൂടുതൽ റിയലിസ്റ്റിക് ആക്കാൻ സഹായിക്കും. നമ്മുടെ ടെക്നോളജി എത്രത്തോളം വളർന്നെന്ന് നമ്മൾ ചിന്തിക്കണം. ഒരു 50 വർഷം മുന്നേ ലോകത്തിലെ ഏതൊരു വ്യക്തിയോടും കണ്ടു സംസാരിക്കാമെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? നമുക്ക് വട്ടാണ് എന്ന് പറയും അല്ലേ? അതൊക്കെ പോട്ടെ, ഒരു 20 വർഷം മുന്നേ നമ്മൾ ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് ഇതുപോലുള്ള മൊബൈൽ ഫോൺ ആയിരുന്നു അല്ലേ? എന്നാൽ ഇന്ന് അങ്ങനെ ഫോണുകൾ ഉപയോഗിക്കുന്നവർ വളരെ കുറവാണ്. ഇപ്പോൾ ഏതൊരു സാധാരണക്കാരന്റെ കയ്യിലും സ്മാർട്ട് ഫോണുകളാണ്. ഇനി കുറച്ച് വർഷം കഴിഞ്ഞാൽ സ്മാർട്ട് ഫോണും ഇല്ലാതാകും. ഇപ്പോൾ വെർച്വൽ റിയാലിറ്റി, ഓഗ്മെന്റഡ് റിയാലിറ്റി പോലുള്ള ടെക്നോളജികൾ രംഗത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഈ ജീവിതത്തിൽ എന്തെങ്കിലും ഗ്ലിച്ച് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. അതിനായി ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് ആണ്. നമുക്ക് പബ്ജി ഗെയിം എടുക്കാം. അതിലെ ക്യാരക്ടർ എവിടേക്കാണോ നോക്കുന്നത് അവിടെ മാത്രമേ ലോഡാകൂ. അതായത് പബ്ജിയിലെ ഇറാങ്കലിൽ നിങ്ങൾ ഇറങ്ങിയത് മിലിറ്ററി ബേസ് ആണെന്ന് കരുതുക. എന്നാൽ ഇറാങ്കലിൽ മിലിറ്ററി ബേസ് മാത്രമല്ല, കോച്ചിങ്കി, ഫാം, സ്കൂൾ, ജോർജോ പോലുള്ള മറ്റ് സ്ഥലങ്ങളുമുണ്ട്. പക്ഷെ നിങ്ങൾ നിൽക്കുന്നത് മിലിറ്ററി ബേസിലായതുകൊണ്ട് അവിടുത്തെ ബിൽഡിങ്ങുകളും മറ്റു കാര്യങ്ങളും മാത്രമേ ലോഡായിട്ടുള്ളൂ. മറ്റു സ്ഥലങ്ങളെല്ലാം ഇതുവരെ ലോഡായിട്ടില്ല. റെൻഡറിങ്ങിന് ആവശ്യമായ എനർജി ലാഭിക്കാൻ വേണ്ടി ഗെയിം ഡെവലപ്പേഴ്സ് ചെയ്ത ഒരു ട്രിക്കാണിത്. ഇതേ കാര്യം തന്നെ നിങ്ങൾ നിങ്ങളുടെ റിയൽ ലൈഫ് വെച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. നമുക്ക് വേറൊരു എക്സ്പെരിമെന്റ് ചെയ്യാം. നിങ്ങൾ നിങ്ങളുടെ മുന്നിലുള്ള ഒരു വസ്തുവിനെ 10 സെക്കൻഡ് നോക്കുക. അത് കഴിഞ്ഞ് നിങ്ങൾ കണ്ണടയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആ വസ്തുവിന്റെ ഒരു ഷെയ്ഡ് കാണാൻ സാധിക്കും. ഇതൊരു ഗ്ലിച്ചായി കണക്കാക്കാം. രണ്ടാമതായി വരുന്നത് ഡേജാവു ആണ്.
നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ദേജാവു അനുഭവപ്പെട്ടിട്ടുണ്ടോ? എന്താണ് ദേജാവു എന്നത് എല്ലാവർക്കും അറിയാം. അതായത് നമ്മൾ ആദ്യമായി ഒരു വസ്തുവിനെ കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ഈ സ്ഥലത്ത് മുമ്പ് ഞാൻ വന്നിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ ഈ വസ്തുവിനെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന തോന്നലാണ് ദേജാവു. സിമുലേഷൻ തിയറിയിൽ വിശ്വസിക്കുന്ന ആളുകൾ ഇതിനെ എ ഗ്ലിച്ച് ഇൻ ദ മെട്രിക്സ് എന്ന് പറയും. ഇങ്ങനെ തോന്നിയിട്ടുള്ളവർ ഗ്ലിച്ച് എന്ന് താഴെ കമന്റ് ചെയ്യുക. ഞാൻ നിങ്ങളോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം. നമ്മളൊരു സിമുലേഷനിൽ ആണെങ്കിൽ ആരാണ് ഇത് ക്രിയേറ്റ് ചെയ്തത്? അവർ ഇപ്പോൾ നമ്മളെ നിരീക്ഷിക്കുന്നുണ്ടോ? ഈ സിമുലേഷന്റെ ലക്ഷ്യം എന്താണ്? ഇത് GTA Vice City അല്ലെങ്കിൽ GTA San Andreas, GTA 5 പോലുള്ള ഒരു വീഡിയോ ഗെയിം ആണോ? അതോ നമ്മളെ വെച്ച് ആരെങ്കിലും എന്തെങ്കിലും പരീക്ഷണം നടത്തുകയാണോ? അതോ നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കാത്ത എന്തെങ്കിലും ആണോ ഇത്? ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടാൻ വളരെ പാടായിരിക്കും. പറ്റാവുന്നവർ കമന്റ് ചെയ്യുക. സിമുലേഷൻ തിയറിയിൽ വരുന്ന മറ്റൊരു കാര്യമാണ് മണ്ടേല എഫക്റ്റ്. ഇതിനെപ്പറ്റി ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം. നമ്മളൊരു സിമുലേഷനിൽ ആണെങ്കിൽ അത് ആവാതിരിക്കാനും സാധ്യതയുണ്ട്. നമ്മൾ എന്നും ചെയ്യുന്ന കാര്യങ്ങളിൽ ചില മാറ്റങ്ങൾ വരുത്തിയാൽ നമ്മളൊരു സിമുലേഷനിൽ അല്ല എന്നുള്ളത് ഉറപ്പാണ്. എന്നാൽ അങ്ങനെ മാറ്റം വന്നതും ഈ സിമുലേഷന്റെ ഒരു ഭാഗമാണെങ്കിലോ? കൺഫ്യൂഷൻ ആയില്ലേ? ഇതാണ് ഈ തിയറിയുടെ പ്രശ്നം. നമ്മൾ സിമുലേഷനിൽ ആയാലും അല്ലെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നമുക്ക് ജീവിക്കാൻ ഇവിടെ പറ്റും. അതുപോലെ തന്നെ ജീവിക്കുക. മറ്റുള്ളവരുടെ കയ്യിലെ കളിപ്പാവയാവാതെ നോക്കുക. ചോദ്യം ചോദിക്കേണ്ട സ്ഥലത്ത് ചോദ്യം ചോദിക്കുക. അപ്പോൾ ഇത്രയും പറഞ്ഞതിൽ വെച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നമ്മൾ ജീവിക്കുന്നത് ഒരു സിമുലേഷനിലാണോ? അങ്ങനെ ആണെങ്കിൽ ഈ സിമുലേഷനിൽ എന്തെങ്കിലും ഗ്ലിച്ച് കണ്ടെത്താൻ നിങ്ങൾക്ക് സാധിച്ചു? അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പറയൂ. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വീഡിയോയുടെ പൂർണ്ണമാവുന്നു. നന്ദി, നമസ്കാരം.